ലല്ലു ഒരുപക്ഷെ നമുക്ക് അതൊന്ന് നവമിയോട് കൂടി ചോദിക്കേണ്ടി വരും. കാരണം നവമി ഇവിടെ ലല്ലു ഉയർത്തിയ ഒരു വലിയ കാര്യം കണ്ടു. MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണ്. നവമി VD സതീശനെ ആണ് സാധ്യത എന്നുള്ളതാണ് കണക്കാക്കുന്നത്. VV അരുണിന് ഇന്ദിരാഭവനിൽ നിൽക്കുന്നതുകൊണ്ട് അത് മുഴുവനെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ലല്ലു പക്ഷേ രമേശ് ചെന്നിത്തലയാണ് ആവുമെന്നാണ് കരുതുന്നത്. ഞാൻ KC വേണുഗോപാലാകുമെന്ന് ആണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ ഘടകകക്ഷികളുടെ ഒരു പേര്, ഘടകകക്ഷികൾ പറയുന്ന ഒരു പേര്, അതിന് ഒരു പ്രാധാന്യം ഹൈക്കമാൻഡ് നൽകും എന്ന് അവിടുത്തെ ഘടകകക്ഷികൾ കരുതുന്നുണ്ടോ? അങ്ങനെ വന്നില്ലെങ്കിൽ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് എന്തൊരു സമീപനം ഉണ്ടാകും നവമി? UDF മൊത്തത്തിലെടുക്കുന്ന ഒരു പേരാണ് പിന്നെ VD സതീശനെന്ന്. അപ്പോൾ ആ ഘടകകക്ഷികൾക്ക് പലർക്കും VD സതീശനോടൊരു താല്പര്യമുണ്ട്. അത് അവരുടെ ഈ താല്പര്യം ഹൈക്കമാൻഡ് അംഗീകരിക്കുമെന്നാണോ അവർ കരുതുന്നത്? ഘടകകക്ഷികൾ എന്താണ് അവിടെ നിന്നുള്ള ഒരു പ്രതീക്ഷയായി പങ്കുവയ്ക്കുന്നത്? മനു, ആ ഒരു പ്രതീക്ഷ തന്നെയാണ്. ഘടകകക്ഷികൾ VD സതീശന്റെ പേരാണ് തുടക്കം മുതൽ പറയുന്നത്. അത് ഈ മുഖ്യമന്ത്രി തീരുമാനത്തിൽ അതും നിർണായകമാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും 10 ദിവസമായി ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നു. വളരെ മാരത്തോൺ ചർച്ചകൾ നടക്കുന്നു. കേരളത്തിലായാലും ഡൽഹിയിലായാലും ചർച്ചകളോട് ചർച്ചകളാണ്. പക്ഷെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഘടകകക്ഷികളുടെ ഒരു നിലപാടും എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമുക്ക് ഇവിടെയുള്ള പ്രവർത്തകരോടൊക്കെ ചോദിക്കുന്നത്, കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്, വലിയ ആവേശത്തിൽ തന്നെയാണ്. സംസാരിക്കാം. ഓക്കെ, അവരോട് എന്തായാലും തൽക്കാലം മറ്റ് പരസ്യ പ്രസ്താവനകളൊന്നും നടത്തണ്ട, അവർ കുറച്ച് കഴിഞ്ഞിട്ട് അവരോട് സംസാരിക്കാമെന്നൊരു നിർദ്ദേശമാണ് VD സതീശന്റെ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ വീട്ടിൽ നിന്നും നൽകിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ പ്രതികരിക്കേണ്ട എന്ന ഒരു സന്ദേശമാണ് വരുന്നത്. എന്നോടൊപ്പം കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കിരൺ ബാബു ഡൽഹിയിൽ ചെന്നു, വളരെ അടുത്ത് നിന്ന് ഈ ചർച്ചകളെല്ലാം കണ്ടു. ഇപ്പോൾ കിരൺ ബാബു കണക്കാക്കുന്നത് എന്താണ്? ആർക്ക് ഇതിൻ്റെ നറുക്ക് ആത്യന്തികമായി വീഴുമെന്നാണ്? ഇത് എന്തായാലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ എന്തെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ കിരൺ ബാബു? ഇത് നാളത്തേക്ക് നീളാൻ സാധ്യതയുണ്ടോ? മനു, ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുന്ന കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെയാണ് പ്രതീക്ഷ. പൊതുവായി ഇനി വൈകിക്കരുത് എന്നൊരു സന്ദേശം പൊതുവെ എന്തും സംഭവിക്കാം അല്ലേ? അതുകൊണ്ട് അത് തന്നെയാണ്, പാർട്ടി കോൺഗ്രസ് ആണ്, എന്ത് സംഭവിക്കാം. കാര്യം ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാവണമെന്ന ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ സ്വാഭാവികമായും ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് കരുതുന്നു. കാരണം ഈ എല്ലാ റൗണ്ട് ചർച്ചകളും പൂർത്തിയായി കഴിഞ്ഞു. കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായിട്ടെല്ലാം ചർച്ച ചെയ്തു. AK ആന്റണിയുമായി ചർച്ച ചെയ്തു. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും AK ആന്റണിയുമായി സംസാരിച്ചു. കേരളത്തിലെ മുൻ KPC പ്രസിഡന്റുമാരുമായിട്ടെല്ലാം VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങി MM ഹസൻ തുടങ്ങി എല്ലാ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചു. വർക്കിംഗ് പ്രസിഡന്റുമാരുമായി സംസാരിച്ചു. ഇതൊന്നും അല്ലാതെ MP-മാരുമായിട്ടുള്ള ആശയവിനിമയം നടത്തി രാഹുൽ ഗാന്ധി. അവർ എല്ലാവരുടെയും അഭിപ്രായം കൃത്യമായി തന്നെ ആര് എങ്ങനെ വന്നാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം. ആദ്യഘട്ടത്തിലൊക്കെ ഇവരുടെയൊക്കെ അഭിപ്രായമായിരുന്നു തേടിയിരുന്നത്. പക്ഷെ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ ഈ പ്രശ്നത്തിന് എങ്ങനെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലേക്കാണ് പോയത്. പക്ഷെ അപ്പോഴും ഈ 3 നേതാക്കളുമായും ഏതെങ്കിലും ഒരു നേതാവ് ചർച്ച നടത്തി 3 പേരുടെയും സമവായത്തിലെത്തിക്കാനുള്ള ഒരു ഫോർമുല ഇപ്പോഴും രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തണോ, അതോ 3 പേരെയും കൂടി ഒരിക്കൽ കൂടി 3 പേരുമായി ആശയവിനിമയം നടത്തി ഈ തീരുമാനം അംഗീകരിക്കണം, മറ്റേതെങ്കിലും ഒരു സമവായ ഫോർമുല സാധ്യമാണോ? അത്തരം ഒരു പരിശോധന കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു തീരുമാനമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ മല്ലികാർജുൻ ഖർഗെയോ രാഹുൽ ഗാന്ധിയോ ഈ 3 പേരുമായും സംസാരിക്കാൻ സാധ്യതയുണ്ട്. അതിനകത്തൊരു തീരുമാനമായാൽ സ്വാഭാവികമായും ആ തീരുമാനം പ്രഖ്യാപിക്കുകയും മറ്റുള്ളവർ അത് അംഗീകരിക്കുകയും ചെയ്യും. അത് അങ്ങനെയല്ല, അങ്ങനെ ഒരു തീരുമാനം അംഗീകരിക്കുന്നില്ല എന്നുള്ള നിലപാടാണെങ്കിൽ ഹൈക്കമാൻഡ് ചിലപ്പോൾ ഇന്ന് പ്രഖ്യാപിക്കാതെ നാളത്തേക്ക് പ്രഖ്യാപനം നീട്ടിവെച്ചേക്കാം. അതിനപ്പുറത്തേക്ക് പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാവും എന്ന് ഈ കോൺഗ്രസ് അത്ര എളുപ്പത്തിൽ നടത്താവുന്ന ഒന്നല്ല. കാരണം ഈ 3 പേരുടെയും കിരൺ, ഏതായാലും രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖർഗെയുമായി നടത്തിയ ചർച്ചകൾ സമാപിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ഒറ്റ പേരുണ്ട്. മല്ലികാർജുൻ ഖാർഗെയുടെ ചർച്ച കഴിഞ്ഞ് കാണുന്ന ആ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖർഗെയുമായി ചർച്ചകൾക്ക് ശേഷം പുറത്തിറങ്ങുന്നു. അദ്ദേഹം കൃത്യം അവിടെ 5:30 എത്തും എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ആ ചർച്ചകൾ കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു. അദ്ദേഹം ഒറ്റ പേരിലേക്ക് എത്തി എന്ന സൂചന അതിന് മുന്നേ തന്നെ വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രേക്ഷകർ കാണുന്നത് രാഹുൽ ഗാന്ധി ചർച്ചകൾ കഴിഞ്ഞ്
മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തെ മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ യാത്രയാക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്തെങ്കിലും പ്രതികരിക്കുമോ എന്ന കാത്ത് മാധ്യമങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. സ്വാഭാവികമായും അവിടെ KC വേണുഗോപാലുമായി ആശയവിനിമയം നടന്നു കഴിഞ്ഞിട്ടുണ്ടാകണം. അതിനുശേഷമാണ് സ്വാഭാവികമായും ഈ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. അപ്പോൾ ഇതിൽ അവസാനത്തെ റൗണ്ടിൽ ആ പേരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അവിടുന്ന് ലഭിക്കുന്ന സൂചന. ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ 3 പേരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ഫോർമുലയുമായി കോൺഗ്രസിന് വരാൻ കഴിയും എന്നാണ് ഒരു പ്രതീക്ഷ. ഏതായാലും രാഹുൽ ഗാന്ധി ചർച്ചകൾക്ക് ശേഷം മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിന്ന് മടങ്ങുന്നു. സോണിയാഗാന്ധി നേരത്തെ അസുഖബാധിതയായി അവിടെ ഗുഡ്ഗാവിൽ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തി. അതിനുശേഷം സോണിയാഗാന്ധിയുടെ കൂടി താല്പര്യാർത്ഥമായിരിക്കാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതാണ് ഏറ്റവും ഒടുവിലത്തെ ചിത്രം. ചർച്ചകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ പ്രഖ്യാപനത്തിൻ്റെ ഇത് മാത്രമേ വരാനുള്ളൂ. ആരാണ് എന്ന പേര് പുറത്തേക്ക് വരാനുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ. VV അരുൺ, ഇത് ചർച്ചകൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. പേര് ഒറ്റ പേരിലേക്ക് എത്തിയിരിക്കുന്നു. 3 പേർക്കും അനുകൂലമായ ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തിരുവനന്തപുരത്ത് വെച്ച് പ്രഖ്യാപനം നടക്കും എന്നായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ദീപാദാസ് മുൻഷി അധികം വൈകാതെ തലസ്ഥാനത്ത് എത്തും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നേരത്തെ അവർ ഉച്ചയ്ക്ക് വരാനായിരുന്നു തീരുമാനിച്ചത്. പിന്നീട് യാത്ര അത് റദ്ദ് ചെയ്ത് വൈകുന്നേരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ദീപാദാസ് മുൻഷി എത്തും. ഒറ്റപ്പേരിലേക്ക് എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ ഉരുത്തിരിയുന്ന ഇനി പ്രതിഷേധങ്ങൾ തണുപ്പിക്കുക എന്നതാണ് മറ്റ് ഒരു പ്രധാന കടമ്പ കോൺഗ്രസിന് മുന്നിലുള്ളത്. അപ്പോൾ അരുൺ നിൽക്കുന്നിടത്തെല്ലാം എന്തായാലും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കാൻ കഴിയും എന്ന് അവിടെ ആളുകൾ പറയുകയാണ്. അപ്പോൾ അതാണ് അവിടെ നിന്ന് അരുണിന് പങ്കുവെക്കാനുള്ളത്. ലല്ലു, ചർച്ചകളെല്ലാം അവസാനിച്ചു കേട്ടോ. ഇനി ആ ഒറ്റ പേര് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ കിരൺ ബാബു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പാർട്ടി കോൺഗ്രസ് ആണ്, അത് ഇന്ന് തന്നെ പ്രഖ്യാപിച്ചു കൊള്ളണം എന്നില്ല എന്ന്. കിരൺ എത്രയോ കാലം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്തിട്ടുള്ള ആളാണ്. കിരൺ ബാബു ഈ കോൺഗ്രസിൻ്റെ ആ ഒരു സ്വഭാവം പറയുമ്പോൾ അത് വളരെ, എനിക്ക് തോന്നുന്നത് അതും ശരിയാകാം. ചിലപ്പോൾ പ്രഖ്യാപനം ഇനിയും നീളുമോ എന്ന സംശയത്തിന് കൂടി അത് വഴി നൽകുകയാണ് അല്ലേ ലല്ലു? എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ പ്രഖ്യാപനം ഉണ്ടാകാൻ വഴിയില്ല എന്നുണ്ട്. കാരണം ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നമ്മൾ യാത്രക്കാരുടെ ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ 7:30 എത്തേണ്ട ദില്ലി ഫ്ലൈറ്റിൽ ദീപാദാസ് മുൻഷിയുടെ പേരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏതായാലും പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ദീപാദാസ് മുൻഷിയുടെ പേര് ഈ പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ ഇല്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ദീപാദാസ് മുൻഷി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കിനിയും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയെ കണ്ടു, ചർച്ചയൊക്കെ നടത്തിയെങ്കിലും ഒരല്പം കൂടി നീളാൻ സാധ്യതയുണ്ട് ഈ പ്രഖ്യാപനം എന്നാണ് തോന്നുന്നത്. ഇവിടെ കേരളത്തിലെ ഇപ്പം 3 നേതാക്കൾ അല്ലെങ്കിൽ 2 ക്യാമ്പുകളിലും വലിയ ആൾക്കൂട്ടമുണ്ട്. KCയുടെ ക്യാമ്പിലും നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട്. ഇന്ന് പ്രഖ്യാപിക്കണം എന്ന് ഈ അണികൾ ആവശ്യപ്പെടുന്ന പോലെ ഈ ഒരു അണികളുടെ ആവശ്യം ഒരുപക്ഷെ ഇന്ന് ഹൈക്കമാൻഡ് ഉൾക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. എനിക്ക് തോന്നുന്നത് ഒരു വട്ടം ചർച്ചകളിലൂടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ കേരളത്തിലെത്തി ഘടകകക്ഷികളെ കണ്ടേക്കും എന്നും ചില നേതാക്കൾ സൂചന നൽകുന്നുണ്ട്. ഏതായാലും വളരെ വലിയ ചർച്ചകൾ നടക്കുന്നു. ഏത് നിമിഷവും ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കിരൺ പറഞ്ഞ പോലെ പാർട്ടി കോൺഗ്രസ് ആണ്. ഇതല്ല, ഇനിയും അത്ഭുതങ്ങൾ, ഇനിയും കാത്തിരിപ്പ് നീളാനുള്ള സാധ്യത. നമുക്ക് ലല്ലു ഒന്ന് VV അരുണിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാം. VV അരുൺ, അപ്പോൾ പേര് ഏറെക്കുറെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് തറപ്പിച്ച് പറയാറായിട്ടില്ല. പക്ഷേ നമുക്കൊക്കെ ഏറെക്കുറെ പേരുകൾ ഇങ്ങനെ കിട്ടിത്തുടങ്ങുന്നുണ്ട്. അപ്പോൾ VV അരുൺ, അവിടുത്തെ ഒരു മൂഡ് എന്താണ്? ഏതായാലും VV അരുൺ പറയുന്നത് അവിടെ ആളുകളെല്ലാം ഹൈക്കമാൻഡിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ആളുകളാണ് അവിടെ കൂടുതലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.